ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നും ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ അങ്ങനെ 3 കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റൽ ഹെയർ ബാൻഡ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡ് കളർ മെറ്റൽ ഹെയർ ബാൻഡ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയർ ആണ്. ഞാൻ 4mm ഗോൾഡ് കളർ ഗിയർ വയർ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ സിൽവർ കളർ മെറ്റൽ ഹെയർ ബാൻഡ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സിൽവർ കളർ ഗിയർ വയർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ടത് ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓറഞ്ച് കളർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 10 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കണം. അതും 10 എണ്ണം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീഡ്സ് ആദ്യം തന്നെ കോർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബീഡ്സ് ആദ്യം കോർത്ത് കൊടുക്കുന്നത്. ഇനി ഗ്രീൻ കളറാണ് കോർത്ത് കൊടുക്കുന്നത്. അതും 10 എണ്ണം തന്നെയാണ് കോർത്തെടുക്കുന്നത്. ഇനി എടുത്തിരിക്കുന്ന ബീഡ്സ് എല്ലാം ഇതേ ഒരു പാറ്റേണിൽ കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷം ബീഡ്സ് എല്ലാം കുറച്ച് താഴേക്കാക്കി കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ ബീഡ്സ് കോർത്ത ഗിയർ വയറും ഒരു സൈഡിൽ ബീഡ്സ് കോർക്കാത്ത ഗിയർ വയർ, അങ്ങനെ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ പറയണേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാനിവിടെ ബീഡ്സ് കോർക്കാണ്ട് എടുത്തിട്ടുള്ള ഗിയർ വയർ ഒരു 40 സെൻറ്റിമീറ്ററോളം ഉണ്ടാവും. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിൽ തന്നെ എടുക്കുക. എന്നിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി 5 ഗ്രീൻ കളർ ബീഡ് എടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും 5 ഗ്രീൻ കളർ ബീഡ് എടുത്തിട്ട് മറ്റേ സൈഡിലും പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എത്ര വട്ടമാണോ ഒരു സൈഡിൽ പിരിച്ചത് അത്ര വട്ടം തന്നെ മറ്റേ സൈഡിലും പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേ അളവിൽ തന്നെ കിട്ടും. ഇനി 2 ഗിയർ വയറും ഒന്നിച്ച് പിരിച്ചെടുക്കുക. ഇനി 5 വൈറ്റ് കളർ ബീഡ് എടുത്തിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്തതിൽ അളവ് കൂടിപ്പോയതുകൊണ്ടാണ് അഴിച്ചിട്ട് വീണ്ടും ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യണ ഡിസ്റ്റൻസ് കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് അഴിച്ചിട്ട് വീണ്ടും ചുറ്റി കൊടുത്താൽ മതി. ഇനി ഒരു ചുറ്റ് ചുറ്റിയതിന് ശേഷം മറ്റേ സൈഡിലും വീണ്ടും 5 വൈറ്റ് കളർ ബീഡ് എടുത്തിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 2 ഗിയർ വയറും ഒന്നിച്ച് പിരിച്ചെടുക്കുക. അപ്പോൾ ഗ്രീൻ ചെയ്തിട്ട് നമ്മൾ എത്ര അളവിലാണോ പിരിച്ചെടുത്തത് അത്ര അളവിൽ തന്നെ വീണ്ടും പിരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഓറഞ്ച് കളർ ബീഡ് വെച്ചിട്ട് വീണ്ടും ഫ്ലവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചുറ്റി ചുറ്റിയതിന് ശേഷം മറ്റേ സൈഡിൽ വീണ്ടും ഫ്ലവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചുറ്റുന്നതെല്ലാം ഒരേ അളവിൽ തന്നെ ആവാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഹെയർ ബാൻഡ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മളെല്ലാ ബീഡും ചെയ്തെടുക്കുക. ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ എന്തായാലും ശരിയാവും. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വല്ല മിസ്റ്റേക്കൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും അഴിച്ച് ശരിയാക്കി വീണ്ടും വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൽ നമ്മൾ ഒരുവിധം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെച്ച് നോക്കുക. എന്നിട്ട് ഹെയർ ബാൻഡിന് പറ്റിയ അളവിലായോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി നമ്മുടെ ഹെയർ ബാൻഡ് എടുത്തിട്ട് അതിന് പറ്റിയ അളവിലായോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് അതിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ചുറ്റി കൊടുത്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചുറ്റിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറെ ഗിയർ വയർ വെച്ചിട്ട് ഫുൾ ചുറ്റിയെടുത്താൽ മതി. ഞാൻ അതിൽ ബാക്കി വന്നത് കട്ട് ചെയ്ത് മാറ്റാണ്ട് അതേപോലെ തന്നെ ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.